ഭഗവാനെ, അങ്ങനെ കാത്തിരുന്ന് എന്റെ മോന്റെ കല്യാണം അങ്ങ് മംഗളകരമായിട്ട് നടന്നു കിട്ടി. ഇനി നീയാ ഈ വീടിന്റെ വിളക്ക്. കയ്യോടെ ഈ താക്കോൽ അങ്ങ് പിടിച്ചാട്ടെ. ഓ, എന്ത് നല്ല സ്നേഹമുള്ള അമ്മായിമേനെ എനിക്ക് കിട്ടിയത്. വന്ന് കേറിയുണ്ട തന്നെ അലമാരുടെ താക്കോൽ എനിക്ക് തന്നില്ലേ. അയ്യോ, ഇതാ അലമാരയുടെ താക്കോലല്ല, വിറക് വരയുടെ താക്കോല. ഇക്കണ്ട കാലം മുഴുവൻ ഞാനാ വിറകടുപ്പിൽ കിടന്ന് ഊതിയത്. ഇനി മോലെ നീ അങ്ങ് ഊതിയാ മതി. എനിക്ക് വയ്യ വിറകെടുക്കാൻ പോയിട്ട് പാമ്പിന്റെ കടി കൊണ്ട് ചാകാൻ. ഓ മാമ, എന്തായിരുന്നാലും ചെറുക്കന്റെ കല്യാണം ആടി പൊളിയായിട്ട് നടന്നു. എന്തൊരു തിരക്കായിരുന്നല്ലേ. ഈ കല്യാണത്തിന്റെ പേരും പറഞ്ഞ് ഞാൻ ഇവിടെ വന്നിട്ട് ഒരാഴ്ചയായി. ഒരാഴ്ചയോ? 1 മാസവും 3 ദിവസവും. പിന്നെ വേറൊരു കാര്യമുണ്ട്. മാമൻ വെറും പയറോടെ വന്നു, വെറും പയറോടെ തിരിച്ചു പോവാ. അതെന്ത് വർത്തമാനമായി പറയുന്നേ? എന്റെ മാമ മഴക്കോള് കയറി വരുവാ. എന്തെങ്കിലും കഴിച്ചോണ്ട് ഇവിടെ ഞാനും കുത്തിയിരിക്കും. ഇവിടെ കഴിക്കാൻ വിശപ്പില്ലെന്ന്. മഴ വന്നാലും കുഴപ്പമൊന്നുമില്ല, കൈ കൊടയിരിക്കല്ലേ. ഇത് മൂത്ത് കാണാൻ അങ്ങ് പോയി കഴിഞ്ഞാൽ ഒരു തുള്ളി വെള്ളം തേത്ത് വീഴത്തില്ല. എന്ത് കൊടക്കാത്ത നിങ്ങൾ ബേക്കറി നടത്തുന്ന ഓർമ്മ? ചുമ്മാതല്ല, ഇവിടെ 150 പേർക്ക് തലേദിവസം ടീ പാർട്ടിക്ക് വെച്ചിരുന്ന ബേക്കറി സാധനം 50 പേർക്ക് പോലും തികയാതെ പോയത്. ഇവിടുന്ന് 2-2.5 മണിക്കൂർ യാത്രയില്ലേ? ആ സമയത്തൊന്ന് കുറയ്ക്കാൻ വേണ്ടി എടുത്തോണ്ട് പോയതാ. ഇതേ 2.5 മണിക്കൂറല്ല, നിങ്ങൾ 2.5 മാസം ഇരുന്ന് കുറച്ചാലും തീരത്തില്ല. നിങ്ങൾക്ക് ഇങ്ങനെ ചവച്ചാണ് കഴിക്കൂലേ? അതിനാ ഞാൻ വീട്ടിൽ മിക്സി മേടിച്ച് വെച്ചേക്കുന്ന, പൊടിച്ചടിക്കും. അത് മാമാ, പിന്നെ ഒരു കാര്യമുണ്ട് മോളെ, ഇവർ രണ്ടുപേരെ മോള് നോക്കിക്കോണം, മനസ്സിലായ? അമ്മാവനാന്ന് എനിക്ക് മനസ്സിലായി. അമ്മേ, ഇത് ഏത് വകയില അമ്മാവനാ? അപ്പച്ചിക്ക് ശ്രീധരൻ കിട്ടിയ വകയില്. അല്ല, അപ്പച്ചിനെ കെട്ടിച്ച മാമന്റെ പെങ്ങളെ കെട്ടിച്ച പുള്ളിക്കാരന്റെ മകളെ കെട്ടിച്ച വീട്ടിലെ അവിടുത്തെ അപ്പച്ചിയുടെ. അയ്യോ, പിന്നെ ബാക്കി എന്തുവായിരുന്നു മാമ? എടി, അപ്പച്ചിയുടെ മൂത്ത മോന്റെ കാനഡ ഉള്ള സുധാകര മാമന്റെ ഇളയ മോന്റെ മൂത്ത അനിയന്റെ മാമനാണ് ഞാൻ. വന്ദേ ഭാരത് ട്രെയിനായിട്ട് നീളുണ്ടല്ലേ നിങ്ങളെ കുടുംബത്തിന്? പിന്നെ ഇതൊരു ചെറുക്കനെ കണ്ടെന്ന് യാത്ര പറഞ്ഞിട്ട് പോവാം. കാരണം അവന്റെ കല്യാണത്തിന് ഞാൻ ഓടി കിടന്ന എല്ലാ കാര്യങ്ങളും ചെയ്തല്ലേ. അപ്പൊ ഞാൻ അവന്റെ അടുത്ത് പറയാതെ പോയ മോശമല്ലേ. പാലെടുത്തില്ല. വാ മോനെ, ചെറുക്കാ, ഇപ്പൊ ശാന്തി മുഹൂർത്ത് പാട്ടിട്ട് ഇവിടെ പോയി കിടക്കൂടാ കൊച്ചാടാ. മോനെ, എന്തുവാടാ നിന്നെ കട്ടിൽ പ്രസവിച്ചിട്ടാണ്? നീ ആദ്യരാത്രിയായിട്ട് കട്ടിലിന്റെ മേലല്ലേ കിടക്കട്ടെ? ഈ കട്ടിലിന്റെ അടി നീ എന്തോ ഉണ്ടായിക്കൊണ്ടിരിക്കുവായിരുന്നു? എന്റെ മാമ, കട്ടിലിന്റെ മുകളിൽ ഞാൻ കിടക്കണമെന്നുണ്ടെങ്കിൽ കട്ടിലിന്റെ കാലിന്റെ ആണി എളികിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഉറപ്പിക്കണ്ടേ? നമ്മുടെ സേഫ്റ്റി നമ്മള് നോക്കണ്ടേ? അപ്പൊ കട്ടിലിന്റെ കാര്യം ഇന്ന് വില കൂടുതലുള്ള കട്ടിലാണെന്നും പറഞ്ഞു തന്നതാ. ഇത് എന്തായി തീരുമെന്നാവോ? മോനെ, ഓ, കട്ടിലിന് ചെറിയ പൊളവലുണ്ടല്ലോടാ. അതെന്താണെന്നറിയാമോ അമ്മാവാ? എന്റെ ആദ്യരാത്രി അല്ലേ, ആ ആദ്യരാത്രിയുടെ കാര്യം ആലോചിച്ചിട്ട് കട്ടിലിന് നാണം വന്നൊന്ന് പൊളഞ്ഞതായിരിക്കും. എന്തോ ഞാൻ പിള്ളേരടുത്ത് പറയാം. പിള്ളേരങ്ങനെ ചെയ്യും. അങ്ങനെ ചെയ്യും. അങ്ങനെ ചെയ്തോളാമേ. ആരോടാ മാമ സംസാരിക്കണത്? കട്ടില് ചോദിക്കുവാ നിങ്ങൾ കിടക്കുന്നില്ലേന്നു. കട്ടില് തന്നെ ചോദിച്ചുവാണോ? അമ്മാവാ, താണ്ടേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. അമ്മാവന്റെ ആ മെനകെട്ട സ്വഭാവം ഇവിടെ എടുത്തു പോയിരുന്നുള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. അടിയാൻ തരും കേട്ടോ. വേണ്ടാത്ത സമയത്ത് കയറി വന്നിട്ട്. മോനെ, ഇവിടെ ആരെങ്കിലും സോപ്പ് കമ്പനി ജോലി ഉണ്ടോടാ? എന്താ അങ്ങനെ ചോദിച്ചേ? അല്ല, ഈ കഥയിനകത്ത് മൊത്തം സോപ്പിന്റെ കവർ കുത്തി വെച്ചേക്കുന്നു. അതാണ്. അത് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇങ്ങനെ കല്യാണം നടക്കുന്ന വീടുകളിലേ ഇങ്ങനെയൊക്കെ ഉള്ള ചില ഞരമ്പ് അമ്മാവന്മാര് കയറി വരും. അവരുടെ ദൃഷ്ടി ആ തൊളയെ കൂടി ഈ കട്ടിലേക്ക് പതിയാതിരിക്കാൻ ഞാൻ തന്നെ ചെയ്തു വെച്ചതാ. എനിക്ക് ടാക്കിയതാന്ന് തോന്നത്തേ ഇല്ല അമ്മാവ, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. എനിക്കൊരു ശാന്തി മുഹൂർത്തം ഉള്ളതാ. എടാ, ശാന്തി മുഹൂർത്തത്തെ അങ്ങനെ ചെറുതായി കാണരുത്. അത് വലിയൊരു ചടങ്ങാ. അത് ആണോ? പിന്നെ ഇതെന്താ കുഴപ്പമെന്ന് പറയും. നീ ഇരുന്നേ, ഞാൻ പറയാം. എടാ, ഇപ്പോഴത്തെ തലമുറയ്ക്കൊന്നും ഇങ്ങനെ ഒരു കാര്യങ്ങൾ അറിഞ്ഞുകൂടാ ഈ ചടങ്ങിനെ പറ്റി. കാരണം എന്താ, ഈ വീട്ടിൽ ഇതൊക്കെ പറഞ്ഞു തരാൻ വേണ്ടി വലിയൊരു കാരണവരില്ല. ഇല്ലാന്നേ. എന്റെ ദൈവം, ഇങ്ങനെയൊക്കെ പറയുമ്പോ എനിക്ക് പേടി. എന്റെ ശാന്തി മുഹൂർത്തം മുടങ്ങുമോ? എടാ, ഈ ശാന്തി മുഹൂർത്തം നല്ല രീതിയിൽ നടന്നു കഴിഞ്ഞാൽ നിന്റെ തലമുറയ്ക്കാണ് നല്ലത്. ദൈവമേ, ഇതിപ്പോ ഞാൻ എന്താ ചെയ്യേണ്ടത്? നീ ചെയ്യേണ്ട ഒന്നുമില്ല. നീ അങ്ങോട്ട് ചെല്ലുക, എന്നിട്ട് കയ്യും കാലും കഴുകി വൃത്തിയായി വരിക. അതാണ് ആദ്യ ചടങ്ങ്.
അത്രയുള്ള കാര്യം. ആ. ഞാൻ കാല് കഴുകിയിട്ട് വന്നാ പോരെ? നീ എവിടെ പോണ്? ഞാൻ ആ പൈപ്പിനോട്ടി പോയിട്ട് കഴുകിക്കോളാം. ഓടോ ഇവ ശാപം വലിച്ചു വെക്കുമല്ലേ ഇത്? എടാ ഇത് അങ്ങനെ കഴിയിട്ട് കാര്യമില്ല. ഇത് ഒഴുക്കുള്ള വെള്ളത്തിൽ കാല് കഴുകരുത്. ആണാ? എന്നാ പിന്നെ അപ്പുറത്ത് കിണറല്ലേ കിടക്കണ, തൊട്ടിന്ന് വെള്ളം കോരിയിട്ട് കാല് കഴുകിയാ പോരെ? ഇവൻ ഉറപ്പിച്ച് ഇവൻ ശാപം വലിച്ചു വെക്കും. ആ. എടാ തൊട്ടിയിലെ വെള്ളം എടുത്ത് നിന്റെ കാല ഒഴിച്ചു കഴിഞ്ഞാൽ ആ വെള്ളം ഭൂമി പതിക്കില്ലേ? ആ വെള്ളം ഭൂമി പതിക്കാൻ പാടില്ല. ഞാനൊരു കാര്യം പറയട്ടെ, ഈ ഒഴുകിയ വെള്ളത്തിൽ കാല് കഴുകാൻ പാടില്ല. അതെ. കാല് കഴുകിയ വെള്ളം ഭൂമിയിൽ വീഴാൻ പാടില്ല. ആ. പിന്നെ ഇതിപ്പോ ഞാനിതെങ്ങനെ കാല് കഴുകും? എടാ ഒരു പാത്രത്തിൽ വെള്ളം പിടിച്ചു വെക്കുക, ആ. എന്നിട്ട് കാല് അതിലേക്ക് വെച്ച് കഴുകണം. അപ്പൊ വെള്ളം ഭൂമി വീഴില്ല. ശരി, അവൻ ശാന്തി മുഹൂർത്തം നടത്തുമല്ല. അങ്ങനെ ചെയ്തിട്ട് വരാം. ചടങ്ങുകളും കാര്യങ്ങളും ഒന്നും അറിഞ്ഞുകൂടാ. ആണ്ടേ ഓട്ടയ്ക്കകത്ത് സോപ്പിന്റെ കവറല്ലാടെ കുത്തി വെച്ചേക്കുക. വേറെ കാര്യമുണ്ട്, ദൈവം തമ്പുരാൻ നമുക്ക് കാഴ്ച തന്നേക്കുന്നത് ഇതൊക്കെ കാണാൻ വേണ്ടിയാ. കുഞ്ഞമ്മാമ എന്താടാ എവിടെ വേണ്ട? എടാ ആദ്യ രാത്രി ഉറങ്ങാൻ സമയമായപ്പോഴത്തേക്ക് അവൻ മമ്മൂട്ടിയുടെ വിഗ്രഹം കാണിച്ചോണ്ട് നടക്കുവാണോ? എന്റെ മാമ, ഞാൻ മമ്മൂട്ടിയുടെ വിഗ്രഹം കാണിച്ചതല്ല. താണ്ട ഇത് കണ്ട? വൃത്തികെട്ടവൻ, എപ്പോഴാ അവിടുന്ന്? അതല്ലത്, എന്റെ കാല് കണ്ട? അയ്യോ കുളത്തിനകത്തൊരു ഭൂതം കയറിയിരിക്കുന്നേ. ഭൂതം, എനിക്കൊരു വരം തരാവോ? എന്തുവരോട് വേണ്ടത്? എനിക്ക് ദൂരെ കാഴ്ചയില്ല, എനിക്ക് കാഴ്ച തിരിച്ചു തരാവോ? അതിനേക്കാളും നല്ലത് കുളിക്കടവ് എടുത്തിട്ട് വീടിനോട് ചേർത്ത് വെക്കണതല്ലേ. എന്റെ മാമ, നിങ്ങൾ വലിയ വർത്താനം പറയരുത്. നിങ്ങൾ ഒറ്റ കാരണമല്ലേ ഈ കുളത്തിൽ എന്റെ കാല് പോയത്. എടാ ഞാനെന്തോ എന്നാ നിങ്ങളല്ലേ പറഞ്ഞത് ഒഴുകണ വെള്ളത്തിൽ കാല് കഴുകാൻ പാടില്ല, കാല് കഴുകിയ വെള്ളം ഭൂമി പതിയാൻ പാടില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യും? അന്ന് ഈ കുടം എങ്ങനെ കയറി? ഈ കുടത്തിന് പാത്രം നോക്കിയപ്പോ പാത്രം കണ്ടില്ല. അപ്പൊ ഈ കുടത്തിൽ വെള്ളം ഉണ്ടായിരുന്നു, അതിനകത്ത് കാലിട്ട് മുക്കിയപ്പോ ഇപ്പൊ കാല് വലിച്ചൂരാൻ പറ്റണില്ല മാമ. എന്റെ ശാന്തി മുഹൂർത്തം പോകും. മാമ ഒരു കാര്യം ചെയ്യ്, നോക്കി നിൽക്കുന്ന വലിച്ചൂരിയെ. ഞാൻ വിളിച്ചൂടാ. എന്നാ പിന്നാക്ക് നോക്കി നിൽക്കേ, ഒന്ന് വലിച്ചോ. കാണിക്കേ. പിന്നെ നോക്ക്, എന്റെ മാമ ഒന്ന് വലിക്കുന്നത്. നീ അവിടെ കാണാൻ പോയി വലിച്ചോണ്ടിരിക്കണ. അയ്യോ എന്റെ ദൈവമേ. അയ്യോ. മാമ, ഓ ഈ കൊടവ് ഇങ്ങനെ തള്ളി നിന്ന് കഴിഞ്ഞാൽ ശാന്തി മുഹൂർത്തത്തിന് തടസ്സമോ? ഇച്ചിരി ഒതുക്കി വെച്ചാ നന്നായിരിക്കും. പരമാവധി ഒതുക്കി വെച്ചാക്കിയാണെന്നേ. എന്നിട്ടോ എന്റെ മാമ, എന്റെ ശാന്തി മുഹൂർത്തം നടക്കൂലേ? എടാ നീ പേടിക്കണ്ട, നിന്റെ കാലല്ല കുടം കയറിയിട്ടുള്ളൂ. അഥവാ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നീ അകത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എനിക്ക് വെളിയിൽ നിന്ന് കാണാലോ. അതെങ്ങനെ കാണും? അതൊക്കെ കാണാം. ശിവു, എടാ കല്യാണത്തിന് ഇത്തിരി താമസം. ശിവു, എന്നെ കണ്ടപ്പോ അവന്റെ സ്റ്റൈലൊക്കെയാണ് മാമ. ഞാനും അവനും ഒരുമിച്ച് പഠിച്ചതാണ് മാമ. എവിടെ? അംഗൻവാടിയില്. നിനക്ക് അത്രയും വിദ്യാഭ്യാസം കൊണ്ടാ? അളിയാ, നീ എന്നാലും ഇന്ന് രാവിലെ വരുമെന്ന് ഞാൻ വിചാരിച്ച്. നീ എന്നെ കണ്ടപ്പോ എന്താടാ സ്റ്റൈല് കാണിച്ചത്? അല്ല, സ്റ്റൈല് കാണിച്ചതല്ല അളിയാ. നിന്നെ കണ്ടപ്പോ ഞാൻ എന്തിനാ സ്റ്റൈല് കാണിക്കും? ശിവു, എന്താടാ ഒരു കിലുക്കം കേട്ടത്? എന്തിനാ ഒരു കിലുക്കം കേട്ടടാ? ഒന്നും കൂടെ അടക്ക്. കിലുക്കം കേട്ട്. ഈ കിലുക്കോണാ? ആ. എടാ അത് വേറൊന്നുമല്ല, എന്റെ അരിഞ്ഞാണത്തിന്റെ മണി കിടന്ന് കിലുങ്ങേണ്ടതാ. മണിക്ക് ഭയങ്കര കിലുക്കം തന്നെടാ ശിവു. തന്നെയല്ലേ? നീ ഇവന്റെ കല്യാണത്തിന് വരാൻ പോയായിരുന്നു? മുടിഞ്ഞാളാ, കഴുത്ത് വരാളായിരുന്നു. ആണോടാ? പിന്നെ മണ്ഡപത്തിൽ എനിക്ക് ഇരിക്കാനും കൂടി സ്ഥലം കിട്ടിയില്ല. അല്ല പിന്നെ നീ എവിടെയായിരുന്നു താലി കെട്ടി? ഞാൻ കലവറയിലിരുന്ന് കെട്ടി. എന്നാലും ഒളിയാ, നീ രാവിലെ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചായിരുന്നു. ഒരുപാട് തിരക്കുള്ള മനുഷ്യനല്ലേടാ. അതെല്ലേ? അപ്പൊ നിനക്ക് ഞാൻ കോയമ്പത്തൂരിൽ നിന്ന് നിനക്ക് വേണ്ടി ഒരു ഗിഫ്റ്റും കൊണ്ടാണ് വന്നത്. അതെല്ലേ? എന്താ മാമ, വേഗം കണ്ട ഗിഫ്റ്റ് ആയിട്ടാ വന്നത്. അളിയാ, നീ ഒരു കാര്യം ആലോചിക്കണം. ഇത്രയും ഗിഫ്റ്റുകൾ ഇവിടെ കിട്ടിയിട്ട് ആദ്യമായിട്ട് പൊട്ടിക്കാൻ പോണ നിന്റെ ഗിഫ്റ്റാ. എന്റെ ദൈവം, എന്താന്ന് എന്താടാ? കോയമ്പത്തൂരിൽ നിന്ന് കൊണ്ടുവന്ന ഗിഫ്റ്റ് ആണ്. അതല്ല, അവൻ ഭയങ്കര വില കൂടിയ സാധനമായിരുന്നു. വലിച്ച് വന്നടാ. നീ ഇത് എവിടത്ത് മേടിച്ചതാ? ഇത് കോയമ്പത്തൂരിൽ നിന്ന് നിനക്ക് വേണ്ടി മേടിച്ചോണ്ട് വന്നയാ. കൊറേ കഷ്ടപ്പെട്ട് കാണുമല്ലേ? പിന്നെ ഒരുപാട് കഷ്ടപ്പെട്ട് മേടിച്ചതല്ലേ. ആണ്ട്രാ, നീ ഇത് നോക്കിയേ. എടാ മഹാഭാവി, ഒരു കുടത്തിൽ കാല് പറ്റിട്ട് അത് വലിച്ചൂരാൻ പറ്റ പാടെ എനിക്കറിയാം. അതിന്റെ ഇടയ്ക്ക് നീ ഒന്നാമത് അവന്റെ കാലം ഒരു കുടം കയറിയിരിക്കുക, അതിനോട് ഗിഫ്റ്റ് ഒരു കുടം മേടിച്ചോണ്ട് വന്നേക്കുന്നു. ഒരു വാക്ക് പറഞ്ഞ കലം മേടിച്ചോണ്ട് അതിന്റെ തലേ കൂടി കമത്തറ. എന്റെ അളിയാ പറഞ്ഞേക്കാൻ സമയമില്ല, എങ്ങനെ കൊണ്ട് വലിച്ചു വരുത്താൻ. നീ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല ശിവു, ഞാനിത് ഓർത്ത് തരും. നീ കാര്യം ചോട്ടെടു. ഇതൊക്കെ ഇതുപോലത്തെ കുടങ്ങൾ ഫയർഫോഴ്സിനെ ഒന്ന് വിളി. ഫയർഫോഴ്സിനെ വിളി. ഫയർഫോഴ്സിനെ വിളി. ഇതൊക്കെ വെച്ചോണ്ടിരിക്കരുത്, പെട്ടെന്ന് എടുത്ത് കളയണം. വിളിച്ച അമ്മാവ. മിസ് കോൾ അടിച്ചിട്ടുണ്ട്, വേണേ അവര് തിരിച്ചു വിളിക്കട്ടെ. അവർക്കൊരു വർക്ക് പിടിച്ചു കൊടുക്കണല്ലേ. അമ്മാവ ഒന്ന് വിളി, ഒന്ന് ഫയർഫോഴ്സ് വന്നാൽ ഇത് ഇളക്കാൻ പറ്റുമോ? മോനെ ശാന്തി മുഹൂർത്തം. ശാന്തി മുഹൂർത്തം. ഹലോ
ഫയർഫോഴ്സ് അല്ലേ? ഇവിടെ കല്യാണ ചെറുക്കന്റെ കാലിന് കുടം കുരുങ്ങി. അയ്യേ, കുടം കുടം. ഏ? അത് മതി അത് മതി അത് മതി അത് മതി അത് മതി അത് മതി അത് മതി. അരമണിക്കൂറിനകത്ത് അവർ വരുമല്ലേ? ദൈവമേ ഇല്ല, നാളെ വരുവോളൂ. നാളെ വരുവോളൂ. അപ്പൊ പിന്നെ മാമനെതിരാണ് അത് മതി എന്ന് പറഞ്ഞത്. നാളെ വരത്തോളം എന്ന് പറയാൻ പിന്നെ അത് മതി എന്നല്ലേ പറയാൻ പറ്റുള്ളൂ. അവരിപ്പോ അവിടെ പോയേക്കെ അവൻ വലിയൊരു തീപിടുത്തം നടക്കുന്നത് കാട്ടില്, അത് അണയ്ക്കാൻ വേണ്ടി പോയേക്കുന്നു. ബാക്കിയുള്ളവന്റെ മൂട്ടില് തീ പിടിച്ചോണ്ടിരിക്കും. അതിന്റെ അടുക്കാൻ ഈ കള്ളക്കിളവൻ. നീ വന്നേ. മാമനോട് പറഞ്ഞിട്ട് കാര്യമില്ല. നീ പേടിക്കേണ്ട കാര്യമില്ല. ഞാൻ കാര്യം പറട്ടെ, അവൾ എന്ത് പ്രതീക്ഷയായിട്ടായിരിക്കുള്ളൂ മണിയറയിൽക്ക് വന്നേന്നറിയാം. ആ സമയത്ത് എന്റെ കാലിൽ കുടങ്ങണ്ട നാണക്കേടല്ലേ? ഇത് അവള് കാണരുത്. നിന്റെ ശാന്തി മുഹൂർത്തം നടക്കണം. അത്രേ ഉള്ളൂ. നീ ഇതൊക്കെ ഇങ്ങോട്ട് വാ. നീ കേറ് മണിയറ വാതിലോട്ട് കേറ്. നീ അവള് കാണാതെ നിനക്ക് ശാന്തി മുഹൂർത്തം നടത്താം. അത്രേ ഉള്ളൂ. അത് മതി. അങ്ങോട്ട് നീ ഇതേ ഇവിടെ അങ്ങോട്ട് കിടന്നേ. അവിടോട്ട് കിടയടാ. ഇങ്ങനെ പിന്നല്ലാതെ ഇതൊക്കെ ഇങ്ങനെ മൂടി അങ്ങ് കിടക്കണം. പാലും കൊണ്ട് വരും. ശാന്തി മുഹൂർത്തം കഴിഞ്ഞിട്ട് കണ്ടാ മതി. അത്രേ ഉള്ളു പരിപാടി. അത് തന്നെ. പിന്നല്ലാതെ സിമ്പിള് കാര്യല്ലേ ഇതൊക്കെ. ഞാൻ പാലും കൊണ്ട് വരട്ടാവുള്ളൂ. അപ്പൊ നമുക്ക് കാണാമല്ലോ ഇതെന്തോ സംഭവം അറിയാൻ പറ്റുമല്ലോ. പിന്നെ എന്താ പറയുന്നത്? പാലും കൊണ്ട് ഇപ്പൊ വരുമോ മാമ? നിനക്ക് മുട്ടിയിരിക്കണല്ലേടാ. അവന് കുഴപ്പമില്ല. പിന്നെ നിനക്കെന്ത്? അമ്മാവൻ പോണില്ലേ? പെണ്ണ് വരട്ട്. എന്റെ അമ്മാവ അവിടുന്ന് പോയിക്കോളൂ. അവിടുന്ന് ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കെ. അല്ലെങ്കിൽ ആരെങ്കിലും ആതിരത്തിൽ നിന്ന് പറയുമ്പോ അങ്ങ് വന്ന് നിന്നോണം. നീ പോണില്ലേ? അല്ല, ഞാൻ നീ ഒരുമിച്ച് പഠിച്ചാണ്. അതിന് അതുകൊണ്ട് എനിക്കിവിടെ ഇരിക്കാടാ. എന്റെ ദൈവമേ, ഒന്നിറങ്ങി പോണോ. എന്റെ ശാന്തി മുഹൂർത്താണത്. നേരത്തെ ഒരെണ്ണത്തിന് സഹിച്ചാ മതിയായിരുന്നു. ബാക്കി തന്നെ വൈ. കള്ളൻ കള്ളോർക്ക് ഉറങ്ങുക. ചേട്ടാ ചേട്ടാ, എന്ത് താലിങ്ങനെ മൂടി പിടിച്ച് കിടക്കണേ? നാണേട്ടാ? നമ്മുടെ കല്യാണം കഴിഞ്ഞല്ലേ ഉള്ളു. അപ്പൊ അതിന്റെ ഒരു ചെറിയ നാണം. നീ പാല് കുടിക്കേ. മോള് കുടിക്ക്. ചേട്ടൻ കൂടി. മോള് കുടിക്ക്. ചേട്ടൻ കൂടി. മോള് കുടി. അവക്ക് വേണ്ട, എനിക്കാണ്. എനിക്ക് ഭയങ്കര ദാഹം. ആമാ, അത് എനിക്കും വേണം. അതങ്ങനെ ശരിയാവും. ഞാൻ കുടിച്ചതിന്റെ പകുതി നീ കുടിച്ചാ പിന്നെ ഞാൻ നിന്നെ കല്യാണം കഴിച്ചില്ലേ? അപ്പൊ നമ്മുടെ ആദ്യ രാത്രി എന്റെ ദൈവമേ. മോളെ, പിന്നെ എന്ത് കല്യാണം കഴിഞ്ഞതല്ലേ? ഞാൻ മോളെയും കൊണ്ട് ഇന്ന് പറക്കും. പറക്കണേ കൊള്ളാം. മേളി ആസ്പെറ്റാ പൊട്ടിച്ച് കളയല്ലേ? പിന്നെ അപ്പൊ ചോദിക്കാൻ പറ്റുമോന്ന് അറിയില്ല. എന്ത് ചേട്ടാ? ഒരു മരു. അയ്യോ, എനിക്ക് നാണ. ഒരു മാറ്. അയ്യോ, അവിടെയല്ല, ഇവിടെ. ചേട്ടാ, നമ്മള് കട്ടുമ്പോ ഒരാളും കൂടി ഇരിക്കണം. എവിടെ ഇരിക്കണ്? എന്നോട് ചോദിക്കാതെ കട്ടിലിന്റെ അവിടെ. അയ്യോ, ഞാനൊരു ഉമ്മയും കൂടെ കൊടുത്തു. ഇല്ല, ഞാൻ ഇന്ന്. അയ്യോ, കാലില് കൊടോ. ഇതായിരുന്നാ കണ്ടത്? അതെ, ഇനിയിപ്പൊ ഏതായാലും അറിഞ്ഞ സ്ഥിതിക്ക് ഞാൻ പറയാം. നമ്മുടെ ഇവിടുത്തെ ഒരു അമ്മാവനില്ലേ, ആ അമ്മാവൻ എന്നെ ഈ കുടത്തില് ചാടിച്ചതാന്നേ. അയ്യോ, ഇനിയിപ്പൊ എന്താ ചെയ്യാ? ഇപ്പൊ ഒന്നും ചെയ്യാനൊന്നുമില്ല. കണ്ട സ്ഥിതിക്ക് മോളെ ഒന്ന് വലിച്ചു ഊരി നോക്കിയേ. അയ്യോ, കാലം മാറിയെന്ന് തോന്നുന്നു. അവന്റെ കാര്യത്തിലാന്നല്ലേ കേൾക്കുന്നേ? അയ്യോ, അമ്മേ, അമ്മേ. കാലുവേരെടുത്തിട്ട് പാടില്ല. അയ്യോ, ഒരുത്തി വന്ന് കെട്ടി കേറിയപ്പോഴേ തന്നെ എന്റെ മോനെ കുടത്തിനകത്ത് കിളിപ്പിക്കാൻ കുഴിച്ചിട്ട്. അയ്യോ, ഞാൻ പിന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിക്കും. എന്റെ അമ്മ ഇത് കിളിപ്പിക്കാൻ വിളിച്ചിട്ട് അങ്ങനല്ല. പിന്നെ ഇത് കുടത്തെ കാല് വെട്ടുപോയി പൂരാൻ കിട്ടണില്ലാന്ന്. നീ എന്തിനാണ് ചെറുക്ക കുടത്തെ കൊണ്ട് കാലിട്ടത്? കാല് കഴുകാൻ. എടാ, അണ്ടാവിനകത്ത് ചരുവത്തില് എന്തോരം വെള്ളം കിടക്കുന്നു. എന്നിട്ട് കുടത്തിനകത്ത് കാലിട്ട് കഴുകാനുള്ള മണ്ടം ബുദ്ധി നിനക്ക് ആരാടാ ഉപദേശിച്ചത്? ആരാണെന്നാ? നിങ്ങളുടെ അമ്മാവന്റെ കുഞ്ഞമ്മയുടെ വെല്ലുമ്മയുടെ ചേച്ചിടാ. ഞാനാ. ആഹാ, നിങ്ങൾക്ക് എന്തോത്തിന്റെ കേടായിരുന്നു അമ്മാവാ? ഇതൊരു ചടങ്ങായിരുന്നു. ഇങ്ങനെ പോയാൽ നിങ്ങളുടെ ചടങ്ങ് ഞാൻ ഇവിടെ നടത്തും. അയ്യോ, എന്റെ ചെറുക്കന്റെ കാല്. എന്റെ ശാന്തി മുഹൂർത്തം അതിക്കുള്ള എന്തെങ്കിലും ചെയ്യും. ഫയർഫോഴ്സിന് വിളിക്കുവാ. ഒരു കാര്യം ചെയ്യാം. ഫയർഫോഴ്സ് ഒന്നും വരേണ്ട കാര്യമൊന്നുമില്ല. നമ്മളൊന്ന് ആഞ്ഞു പിടിച്ചാൽ ഇത് സിമ്പിൾ ആയിട്ട് ഊരി വരും. പിടിച്ചാൽ വരും. നമ്മളെ പിടിച്ചു കഴിഞ്ഞാ വരും. ഞാൻ പറയാം. പിടിക്കും മാമ.
പിടിക്കട്ടെ. ആ പിടിച്ചോ ഞാനാ പിടി എടാ, അങ്ങോട്ട് വലിച്ച് പിടി. എടാ, ഇങ്ങോട്ട് പിടി. വലിച്ച് പിടി ഈ കാലം മക്കല്ലേ മുറുക്കം പിടിച്ചോ. ഒക്കെ പിടി എടാ, ആ ഈ കൊട ഊരി വരുന്നില്ല, എന്താ വേണ്ടി? നീ ഒരു കാര്യത്തെ ആ. ലൂസ് അടിക്കടാ അയ്യോ 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 കൊടങ്ങാനില്ല കൊടപോയി ഊരിപ്പോയി എന്റെ ദൈവമേ കൊടപോയി എന്റെ ജാതി മുഹൂർത്തം പൊന്നേ. സന്തോഷമായ എന്റെ സന്തോഷമായി സന്തോഷമായി ദേ, ഇത്ര നേരം ആ അമ്മാവനെ കിടന്ന് ചീത്ത പറഞ്ഞു ഇപ്പൊ ഈ കൊട ഊര അമ്മാവൻ മാത്രമേ ഉണ്ടായുള്ളൂ അതേന്നാ. പാവം അമ്മാവന്റെ അയ്യോ അമ്മാവനെ അമ്മാവൻ എന്തേ അവിടെ പോയി കൊട ഊരിട്ട് ആ കൊട അങ്ങോട്ട് പോയാ നിങ്ങൾ അന്വേഷിക്കുന്ന ആൾ ഈ കിണറ്റിനുള്ളിലുണ്ട്. ഉത്സവം എല്ലാം നടക്കുന്നടാ ഇല്ല അനൗൺസ്മെന്റ് കേൾക്കണ ഇവിടെ എവിടുന്ന് എവിടെ കൊണ്ട് ബന്ധുക്കാരെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഞാൻ കിണറ്റിനകത്തുണ്ട്. അയ്യോ ദേ മാമൻ കെട്ടിടം. അമ്മാവ അമ്മാവ കേറി വാ അമ്മാവ കയറിട്ട് കൊടുക്ക് കയറിട്ട് കൊടുക്ക് കൊടുത്താ? കയറിട്ട് കൊടുക്ക് ഇട് ആ ബക്കറ്റ് ഇട് കയറിട്ട് കൊടുക്ക് കയറിട്ട് കൊടുക്ക് താക്ക്. പിടിച്ചോ പിടിച്ചോ ആ, പിടിക്ക്, വലിക്ക് പിടിച്ചോ വലിച്ചോ വലിച്ചോ ആ. അപ്പൊ കേറ് വാ. മറ്റേ അയ്യോ ദേടാ മക്കളെ 2 ആഴ്ച മുമ്പ് എന്റെ കിണറ്റിൽ പോയ കാലം ഒരു ചരിവും കൂടെ ഉണ്ടായിരുന്നു അതിനകത്താ ഞാൻ ഇരിക്കുന്നേ. ആണോ എടാ മോനെ, ആ എടാ എത്രയും പെട്ടെന്ന് ഫയർഫോഴ്സിനെ വിളിയടാ. ആ ഞാൻ ഇപ്പൊ വിളിക്കാം ഇത് ഊരാൻ പറ്റുന്നില്ലടാ. പെട്ടെന്ന് വിളിയടാ പെട്ടെന്ന് വിളി ഹലോ ഫയർഫോഴ്സ് അല്ലേ അതെ മാമന്റെ തലയിൽ കലം കുടുങ്ങി ആണോ ആ മതി 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 വരുമോ മക്കളെ ഇല്ല അവര് നാളെ വരുവുള്ളൂന്ന് ആണോ എടാ അപ്പൊ നീ മതി മതി എന്ന് പറഞ്ഞതാ. പിന്നെ അവര് നാളെ വരുവുള്ളൂ എന്ന് പറയുമ്പോ പിന്നെ എനിക്ക് മതി മതി എന്നല്ല പറയാൻ പറ്റുമോ അയ്യോ, എടാ, അവര് നാളെ വരുവുള്ളൂ. ആ നാളെ വരുവുള്ളൂ അങ്ങനാണെങ്കിലേ ആ നിങ്ങളുടെ ശാന്തി മുഹൂർത്തം തുടങ്ങുന്നതിന് മുമ്പേ ആ. ആരെങ്കിലും കൊണ്ട് ഇവിടെ 2 ഓട്ടയിട്ടാടാ. എന്ത് കാര്യത്തിന് ഈ മാമന്റെ ദൃഷ്ടി നിങ്ങളുടെ കട്ടിലേക്ക് പതിക്കാൻ. അളിയാ ഓ ലൂസ് അടിക്കടാ